നമ്മളുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ സമ്പത്തല്ല എൻ്റെ മനസ്സിലെ നേട്ടം. എന്നെ കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായങ്ങൾ. ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളിനെ രക്ഷപ്പെടുത്താൻ ഒരു ഡോക്ടറോ ഒരാളിന്റെ ഭാര്യയോ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. ഭർത്താവിനെ സഹായിക്കാൻ ഭാര്യ ഹെൽപ്പായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ അങ്ങനെ അല്ല. ഞാനൊരു മദ്യപാനിയായി ഇങ്ങനെ നശിച്ചു പോയ എൻ്റെ കാഴ്ചപ്പാട് വെച്ച് പറയുകയാണെങ്കിൽ മദ്യപാനം ആയാലും ശരി, മറ്റ് ലഹരി വസ്തുക്കളായാലും ശരി, അത് ഉപയോഗിക്കരുത്. കൂട്ടായ്മയിലൂടെ മനുഷ്യന് എക്കാലവും നന്മയിലേക്ക് പോകാൻ പറ്റും. എൻ്റെ കഥ ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിനകത്ത് ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, എനിക്ക് പറയാൻ കൊതിക്കുന്ന, ഞാൻ ആഗ്രഹിക്കപ്പെടുന്ന വാക്കാണ് ഡോക്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നമസ്കാരം. ഓൾ ഇൻ വൺ പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ചയും നമ്മളോടൊപ്പം തുടരുന്നത് ശ്രീ പുഷ്കരൻ. അദ്ദേഹത്തിന്റെ ലഹരി മുക്ത അനുഭവങ്ങളുമായിട്ടാണ്. അദ്ദേഹത്തെ അതിന് സഹായിച്ച ഡോക്ടർ SD സിംഗ് നമ്മളോടൊപ്പമുണ്ട്. സമൂഹത്തിൽ നിലവിൽ നിൽക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് മദ്യം നമ്മളുടെ ഡൈനിങ് ടേബിളുകളിലേക്ക്, തീന്മേശകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ. അതുമാത്രമല്ല, ഏത് ചടങ്ങിനും മദ്യവും മറ്റു ലഹരി വസ്തുക്കളും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നമുള്ള ആളുകൾക്ക്, ഇതിൻ്റെ നിയന്ത്രണം ഇല്ലാത്ത ആളുകൾക്ക് അത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് പറയാമോ? അതായത് മദ്യം എല്ലായിടത്തും ശരിക്കും പറഞ്ഞാൽ അതൊരു ഡേഞ്ചറാണ്. എനിക്കിപ്പോൾ ശരിക്കും പറയാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ വളർന്നു വരുന്ന ഒരു തലമുറയുണ്ടല്ലോ, അത് ശരിക്കും ലഹരിക്ക് അടിമപ്പെട്ടാണ് ഇപ്പൊ അടുത്ത ഈ തലമുറ വളർന്നു വരുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ സഹായിക്കാൻ ഭാര്യ ഉണ്ടായിരുന്നു, ഭർത്താവിനെ സഹായിക്കാൻ ഭാര്യ ഹെൽപ്പായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ അങ്ങനെ അല്ല കണ്ടെടുത്തോളം. അതായത് ഡൈവോഴ്സൊക്കെ ഇപ്പൊ കൂടുതൽ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, അച്ഛൻ്റെ ആ ഒരു ഇത് അവര് കണ്ടു വളർന്നതാണ്, അതുകൊണ്ട് അവര് നല്ല ഡീസന്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അവരിതുവരെ അങ്ങനെ ഒരു ലഹരി വസ്തുക്കളിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഈ ഡേഞ്ചർ ആയിട്ടുള്ള ഈ അനുഭവങ്ങള് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താന്ന് വെച്ചാൽ അത്രയും ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഒരുപാട് അവസ്ഥകേടുകളാണ് ഇപ്പോൾ ഉള്ളത്, ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് സ്വയം മനസ്സിലാക്കി, ഞങ്ങളാവുന്ന കുട്ടികളോടാണെങ്കിലും വളർന്നു വരുന്ന കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാറുണ്ട്, ഇനി ഇത് ഉപയോഗിക്കരുത് എന്നുള്ള. ഇപ്പോൾ സ്വന്തം വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ അവിടെ മദ്യം വിളമ്പാൻ തയ്യാറാകുമോ? അങ്ങനെ ചോദിച്ചാൽ, ഞങ്ങളുടെ 2 കുട്ടികളുടെയും കല്യാണം കഴിഞ്ഞു. ആ കല്യാണ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വരുന്നത് എങ്ങനെയാണ്, ആൾക്കാർ വരുന്നത് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ 2 ഫംഗ്ഷനും ഇതുണ്ടായില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. അത് വലിയൊരു വിജയമായിട്ട് ഞാനും കാണുന്നു. കാരണം അതിൻ്റെ പേരിൽ എന്നോട് വഴക്കിട്ട ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് അപ്പോൾ അവര് ശരിക്കും പച്ചമലയാളത്തിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ വന്ന് ഞങ്ങളുടെയൊക്കെ ഓരോ ഫംഗ്ഷനിലും വന്നേച്ചും ഭയങ്കരമായിട്ട് കഴിച്ചിട്ട് പോയവനല്ലേ, എന്നിട്ട് നിന്റെ ഒരു കാര്യം വന്നപ്പോൾ നീ അത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നോട് വാക്കേറ്റം നടത്തിയവർ വരെയും നിരവധി പേരുണ്ട്. കാരണം ഈ ഫംഗ്ഷനുകളിലൊക്കെ അവരുടേതായ പല വീടുകളിലും പോയി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ വീട്ടില് വൈകിയാണ് എന്റെ മക്കളുടെ ഫംഗ്ഷൻ വന്നത്. നടത്താതിരുന്നപ്പോ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ശക്തമായിട്ട് എന്നോട് പച്ച മലയാളത്തിൽ പ്രതിഷേധം അറിയിച്ചു എന്നാണ് പറഞ്ഞത്, മനസ്സിലാവുന്നുണ്ട്. അപ്പോ ആ ഒരു ഉറച്ച തീരുമാനം നന്നായി എന്നിപ്പോ തോന്നുന്നുണ്ടോ? ആ ഉറച്ച തീരുമാനം നല്ലതാണെന്ന് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാം. സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത്? സമൂഹത്തിനോട് ഇപ്പോ ഞാനൊരു മദ്യപാനിയായി ഇങ്ങനെ നശിച്ചു പോയ എൻ്റെ കാഴ്ചപ്പാട് വെച്ച് പറയുകയാണെങ്കിൽ, മദ്യപാനം ആയാലും ശരി, മറ്റ് ലഹരി വസ്തുക്കളായാലും ശരി, അത് ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് തുടങ്ങിയവരാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിനെ ഉപേക്ഷിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കാഴ്ചപ്പാടായിരിക്കണമെന്നില്ല മറ്റുള്ളവരോട്. നമ്മളിപ്പോൾ പറഞ്ഞാൽ തന്നെ ഏത് രീതിയിൽ അതിനെ മുഖവിലക്ക് എടുക്കും എന്നുള്ളത് അറിയില്ല. പക്ഷെ താങ്കളുടെ അഭിപ്രായം ഇതാണ്? എൻ്റെ അഭിപ്രായം ഇതാണ്. കാരണം ഞാൻ അതിൻ്റെ അനുഭവസ്ഥനാണ്. കാരണം ഇതിൽ നിന്ന് ഞാൻ ഇപ്പം നമ്മളിവിടെ ഇതുവരെ പ്രതിപാദിച്ചത് മദ്യം എന്ന് മാത്രമുള്ളൊരു വിഷയമാണ് എടുത്തെങ്കിൽ,
ലഹരിയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഒഴിച്ചാൽ അന്ന് അവൈലബിൾ ആയിരുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ ഒരു 11-12 വർഷങ്ങൾക്ക് മുന്നേ ഈ മാർക്കറ്റിൽ എന്ത് സുലഭമായിരുന്നു. ആ വക എല്ലാ സാധനങ്ങളും ഒരു തവണയെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത് ഉപയോഗിച്ച ആ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ലഹരി എന്താണോ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിനോ മനസ്സിനോ ഏൽപ്പിച്ചിട്ടുള്ള മുറിവുകൾ എന്താണോ, ഇതെല്ലാം ഞാൻ അനുഭവസ്ഥനാണ്. ആ അനുഭവത്തിൽ എനിക്ക് നല്ല ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഇതെല്ലാം ഏതാണെങ്കിലും ഉപയോഗിക്കുന്നത് അവസാന അപകടത്തിലേ ചെന്നെത്തും. അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ 11 വർഷത്തിന് ശേഷം കൈവരിച്ച ഒരുപാട് നേട്ടങ്ങളാണ് എന്നെ ഇതിനകത്തേക്ക് ഇതേമാതിരി ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഈ 11 വർഷം കൊണ്ട് ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ? എന്തൊക്കെയാണ് 11 വർഷം കൊണ്ട്? കഴിഞ്ഞ 11 വർഷം കൊണ്ട് വീട്ടില് അതുവരെ ഡൗൺ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം. അത് മുതല് സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും കുട്ടികളുടെ പഠിത്തം, എന്റെ വിചാരം കുട്ടികളൊന്നും ഇനി അങ്ങനെ മുന്നോട്ട് പോവാൻ തന്നെ പറ്റുമോന്ന് എനിക്കൊരു ഭയങ്കര സംശയമായിരുന്നു. അവരുടെ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി കുട്ടികൾ പഠിച്ച് മുന്നോട്ട്, ഒരാൾ ബിടെക് കഴിഞ്ഞു, ഒരാൾ MBA എടുത്തു, 2 പേരുടെ കല്യാണം കഴിഞ്ഞു. മോളുടെ കല്യാണം ആദ്യം കഴിഞ്ഞു, നല്ലൊരു ബന്ധം കിട്ടി. അതുപോലെ മോന്റെ കല്യാണവും രണ്ടാമതായിരുന്നു. മോനാണ് മൂത്തത്, എന്നാലും മോന്റെ കല്യാണവും കഴിഞ്ഞു. അതും വളരെ ഒരു സന്തോഷമായി. ഇപ്പൊ ഞങ്ങള് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഒരുമാതിരി കഴിഞ്ഞ് വീട്ടില് കാറ് വാങ്ങി, 2 വീലർ വാങ്ങിച്ച്, അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അത്രയും ഒരവസ്ഥ കേടിൽ നിന്നാണ് നമ്മള് അത്രയും ഉയർന്നു വന്നത്. ആ ഒരു 11 വർഷം കൊണ്ടുണ്ടായ നേട്ടമാണെന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. അതാണ് എൻ്റെ വിജയം. വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞതിപ്പോൾ. ഈ ജീവിതാനുഭവങ്ങളിൽ നിന്ന് സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ്? 2 പേരും ഒന്ന് പറയാമോ? ജീവിതത്തിൽ ഇപ്പോൾ ആൾക്കാർ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, ഈ അനുഭവത്തിൽ നിന്ന് കണ്ട പാഠം വെച്ച് പറയുകയാണെങ്കിൽ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നവൻ അവസാനം ശരിക്കും പറഞ്ഞാൽ അക്രമാസക്തനാവുകയും ഈ സമൂഹത്തിൽ നിന്ന് വളരെ നിഷ്കാസിതനായി പോവുകയും കൊള്ളയും കൊലപാതകങ്ങൾ വരെ നടത്താൻ മനസ്സിന് പ്രാപ്തമായൊരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ ഇതിലൊന്നും ഏർപ്പെടാതെ അവരവർക്ക് ഓരോ നിയോഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മാതാപിതാക്കളുടെ മുന്നിൽ നല്ല അനുസരണയുള്ള കുട്ടികളായി വളരാൻ, അവർക്ക് മാതാപിതാക്കളുടെ നല്ല മക്കളായിട്ട് വളരാൻ അവർക്ക് സാധിച്ചാൽ അതിൽ പരം ഈ ലോകത്തിന് വരെ നല്ലതാണ്. നല്ല സാമൂഹ്യ ബോധമുള്ള കുട്ടികളായിട്ട് വളർന്നു വരികയാണെങ്കിൽ ഈ രാജ്യത്തിനും നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ല സന്ദേശമാണ്. ഈ സമൂഹത്തിൽ അങ്ങനെ വളരെ ഒന്നുമില്ല എന്ന് പറയപ്പെടുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടെങ്കിലും എന്നോട് പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, നീ ഒരുത്തൻ മാത്രം ഇതിൽ നിന്ന് മാറിയ ഈ സമൂഹം നന്നാകുമോ എന്ന് ഞാൻ പറയില്ല. കാരണം ഞാനൊരാൾ മാറിയില്ലേ. ഞാൻ ആദ്യം ചിന്തിച്ച ഒരു കൺസെപ്റ്റ് അതായിരുന്നു, എനിക്ക് രക്ഷപ്പെടണം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അതായത് ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ രക്ഷപ്പെടുന്നത് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ആ മക്കളിലൂടെ കടന്നു വരുന്ന മറ്റ് ബന്ധുക്കൾ, അതിലൂടെ സമൂഹം. പലരും അറിയും. ആദ്യമൊക്കെ നമ്മളിത് ആൾക്കാരിലൂടെ ഒളിപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ പിന്നീട് അത് വെളിവാക്കപ്പെടുകയായിരുന്നു. എൻ്റെ നാട്ടിൽ എന്നെ കുറിച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന മതിപ്പാണ്, ഇപ്പോഴുള്ള മതിപ്പാണ് എനിക്ക് സത്യത്തിലുള്ള നേട്ടം. ഇപ്പൊ ഉണ്ടായ അന്തസ്സ് ആണ്. കാരണം ഞാൻ ഇതുവരെ പറഞ്ഞ നമ്മളുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ സമ്പത്തല്ല എൻ്റെ മനസ്സിലെ നേട്ടം. എന്നെ കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായങ്ങൾ, എന്നോടുള്ള സ്നേഹങ്ങൾക്കൊക്കെ ഒരുപാട് ആൾക്കാരിൽ വ്യത്യാസം വന്ന ആ നേട്ടമേ ഞാൻ നേട്ടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. അതാണ് ഏറ്റവും വലിയ നേട്ടം. അതാണ് എന്നോട് പലരും പറയുന്നു, ഇതേ വന്നുണ്ട് കേട്ടോ, മാറിയുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോ സ്വീകാര്യനായ ഒരു വ്യക്തി, സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ സ്വീകാര്യനായ. ഇന്നിപ്പോ എന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വരാൻ
പല സ്ഥലത്തുനിന്നും ഇപ്പൊ ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരും എൻ്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ച് വരും. ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഒരുപാട് പേര് എന്നെ തിരക്കി വരുമ്പോൾ എനിക്ക് തോന്നുന്ന ആ അഭിമാനം എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത് ഭയങ്കര ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുന്നത്. മറ്റത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് കൂടി പോകുമ്പോൾ അങ്ങോട്ട് നോക്ക് പോലും ചെയ്യരുതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതൊരു വളരെ നല്ല സ്ഥിതിയാണ് ഈ അഭിമാനമായിട്ട് കാണുമ്പോൾ. അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? കുടുംബത്തിലെ ഒരു വ്യക്തി, മെയിനായിട്ടുള്ള വ്യക്തി നന്നായാലാണ് ആ കുടുംബം മുന്നോട്ട് പോവുക. കുടുംബം നന്നാവുമ്പോൾ സമൂഹത്തിനും അതൊരു ഗുണമാവും എന്നേ എനിക്ക് പറയാനുള്ളൂ. കുടുംബം നന്നാവുമ്പോൾ സമൂഹം നന്നാവും, സമൂഹം നന്നാവുമ്പോൾ രാഷ്ട്രം നന്നാവും. വളരെ മനോഹരമായ സന്ദേശമാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ താങ്കളുടെ നീണ്ട 11 വർഷം നീണ്ടുനിന്ന ലഹരി വിമുക്ത ജീവിതത്തിലേക്ക് താങ്കളെ നയിക്കുകയും അതിന് നിമിത്തമാകുകയും ചെയ്ത താങ്കളുടെ ഡോക്ടറായിരുന്ന ഡോക്ടർ SP സിംഗ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കാം. അദ്ദേഹത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യും. നമസ്കാരം സർ. നമസ്കാരം. പുഷ്കരന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ രക്ഷപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഭാര്യ അത് ശരിവെക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ചികിത്സാ അനുഭവവുമായിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? പുഷ്കരനെയും BAയും എനിക്ക് 11-12 വർഷമായിട്ട് അറിയാം. പുഷ്കരൻ ആദ്യം എൻ്റെ അടുത്ത് കടന്നു വരുന്നത് ഒരു കംപ്ലീറ്റ് ചെതറിയ ഒരു മട്ടിലാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹ്യ തലത്തിലും കംപ്ലീറ്റ് ചെതറിയ ഒരു മട്ടായിരുന്നു. അവിടുന്ന് പുഷ്കരൻ രക്ഷപ്പെട്ടു വന്നത് എൻ്റെ മിടുക്കോ എൻ്റെ സാമർഥ്യമോ മരുന്നുകളുടെയോ ഒന്നും കഴിവല്ല. പുഷ്കരൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ചെറിയ ചില ആശയങ്ങൾ ഒരു മൂലയ്ക്ക് മാറിക്കിടന്നിരുന്ന മാന്യമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു ആശയത്തിൻ്റെ ഒരു ചെറിയ അംശം പുഷ്കരൻ്റെ മനസ്സിൻ്റെ ഒരു മൂലയിലുണ്ടായിരുന്നു. ആ ഭാഗം ഉത്തേജിപ്പിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിന് പല സന്ദർഭങ്ങളിലും ഒരു വഴികാട്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സഹചാരി എന്നുള്ള നിലയിൽ പുഷ്കരനും കുടുംബമായിട്ട് എനിക്കറിയാം. പുഷ്കരൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, പുഷ്കരൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സുഹൃത്തുക്കളല്ല. ഇപ്പോഴും ഞങ്ങളുടെ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻ അത് അതുപോലെ തന്നെയാണെങ്കിലും ആ ഇത്തരത്തിലുള്ള ആളുകളെ ചികിത്സ എന്നുള്ള വാക്കിനേക്കാൾ ഏറെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മാർഗദർശിയുടെയോ അതല്ലെങ്കിൽ ഒരു വഴികാട്ടിയുടെയോ ഒക്കെ റോളാണ്. ഞാൻ അവർക്ക് വഴി കാണിച്ചു കൊടുക്കും, ഇതാ നിങ്ങളുടെ വഴി, ആ വഴി സ്വീകരിക്കുന്നത് അവരുടെ രീതി. അങ്ങനെയാണ് ഞാൻ പുഷ്കരനെ കൈകാര്യം ചെയ്തത്. സാറിൻ്റെ ഈ അഭിപ്രായത്തോട് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും പ്രതികരിക്കാനോ? സാറിൻ്റെ ആ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം സാറ് പറഞ്ഞതിനകത്തൊരു പ്രധാന കാരണം, ഈ സാറ് വഴികാട്ടിയാണെങ്കിൽ തന്നെയും സാറ് കാണിച്ചു തരുന്ന വഴികൾ നല്ല വഴിയാണെന്ന് തിരഞ്ഞെടുക്കേണ്ട ചുമതല മാത്രമാണ് എന്നിലേക്ക് സാർ അർപ്പിച്ചേക്കുന്നത്. അത് നന്നായിട്ട് ഭംഗിയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ 11 വർഷക്കാലം എനിക്ക് എണ്ണി പറയാനുള്ള വർഷത്തെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ആ 11 വർഷത്തിന് മുമ്പേ ഉള്ള ഒരു വർഷ കാലാവധി ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല മാനസികമായ ബുദ്ധിമുട്ടും ടെൻഷനും ശാരീരിക വെല്ലുവിളികളും എല്ലാം നിറഞ്ഞതായിരുന്നു. അതിൽ നിന്നിങ്ങനെ അവിടുത്തെ ഓരോ പടിപടിയായിട്ടുള്ള ഓരോ ഞായറാഴ്ചകളിലെയും കൂട്ടായ്മയിൽ നിന്ന് കണ്ട് ഓരോരുത്തരെയും കണ്ട് മനസ്സിലാക്കി ഓരോ പിരിഞ്ഞുപോയവരെ കുറിച്ച് സാറ് പ്രതിപാദിച്ച കാര്യങ്ങളും പിന്നെ ഞാൻ വന്നതിന് ശേഷം പിരിഞ്ഞുപോയവരെ കുറിച്ച് ഞാൻ നടത്തിയ എൻ്റെ വിശകലനം, അങ്ങനെ അതിൽ നിന്നെല്ലാം ആർജിച്ചതാണ്. അതിൽ ഞാൻ ഒരു കാര്യം എപ്പോഴും ഇവരോട് എല്ലാവരോടും പറയാറുണ്ട്. നിയന്ത്രിച്ച ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം. പരീക്ഷിച്ചു നോക്കിയിട്ടുള്ള പലരെയും അവർക്ക് കാണാൻ അവസരമുണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ചിന്താമണ്ഡലത്തില് ലഹരി വസ്തുക്കളോടുള്ള ആഗ്രഹം മനസ്സിലുണ്ടെന്നും നിയന്ത്രിച്ച ലഹരി വസ്തുക്കൾ ഒരിക്കലും അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും ഞാൻ പറഞ്ഞത് കൊടുത്തത് കൊണ്ടല്ല, അവർക്ക് സ്വയം ബോധ്യം വന്നിട്ടുണ്ടാകും. ആ ഒരു വാതുക്കൽ അവരെ കൊണ്ട് നിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ കണ്ടത്. അതിപ്പോഴും തുടരുന്നുണ്ട്. സാർ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്,
സാധാരണ ചികിത്സകർ അവലംബിക്കാത്തൊരു മാർഗം സാർ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ ഗൈഡ് ചെയ്യുക, നിയന്ത്രിക്കുകയല്ല, അവരെ ഗൈഡ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ അങ്ങയുടെ ലൈഫിലുണ്ടായിട്ടുള്ള പ്രധാന വെല്ലുവിളികൾ എന്താണ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ? ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ പലരുടെയും കുടുംബാംഗങ്ങൾ സഹകരിക്കാത്തത് അവരുടെ തെറ്റിദ്ധാരണകൾ മൂലമാണ്. അധികാരികൾ സഹകരിക്കാത്ത സന്ദർഭങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. അവരുടെയൊക്കെ സഹപ്രവർത്തകരുടെ ഒരു സപ്പോർട്ട് കിട്ടാതെ വന്നിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഒരു തീം ഇതേ ഉള്ളൂ. ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളിനെ രക്ഷപ്പെടുത്താൻ ഒരു ഡോക്ടറോ ഒരാളിൻ്റെ ഭാര്യയോ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. സമൂഹത്തിൽ നിന്ന് എത്രത്തോളം അവർക്കൊരു സോഷ്യൽ നെറ്റ്വർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അത്രയ്ക്ക് നല്ലതാണ്. നിയന്ത്രിച്ച ചില ലഹരി വസ്തുക്കൾ, ഉദാഹരണത്തിന് മദ്യം നിയമപരമായി അനുവദിച്ചിട്ടുള്ളതുകൊണ്ട് നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് അതിനോട് എനിക്ക് യോജിപ്പുമില്ല വിയോജിപ്പുമില്ല. അവർക്ക് വിട്ടുകൊടുക്കും. നിങ്ങൾക്കത് സാധിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ നോക്കുക. അപ്പോഴാണ് ഈ ഞായറാഴ്ച, ഇപ്പം ഞാൻ ഈ ഞായറാഴ്ചത്തെ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് 49-50 വർഷമാകുന്നു. ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്, ധാരാളം പേര്. ആ ടോട്ടൽ നമ്പർ പറയുകയാണെങ്കിൽ 25,000-ന് മുകളിൽ വരും. അപ്പോൾ അതിലുള്ള ഒരുപാട് പേരെയൊക്കെ പുഷ്കരനും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 11 വർഷമായി വന്നു പോയിട്ടുള്ള ഒരുപാട് ആളുകളെ പുഷ്കരനറിയാം. അതിൽ നിന്ന് പുഷ്കരനെ പോലെയുള്ളവർ ആ കാതലായ ഭാഗം പിടിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ആ വഴി അവർ സ്വീകരിക്കുന്നതാണ് അതിലെ പ്രധാന വഴി. ഈ ചികിത്സയ്ക്കായിട്ട് ഡോക്ടർ എസ് ഡി സിംഗ് സാറിനെ കാണാനായിട്ട് താങ്കൾ വരുന്ന ഒരു സമയത്ത് എന്തായിരുന്നു താങ്കളുടെ മനോഭാവം? ഡോക്ടറെ എന്നല്ല, ഈ ട്രീറ്റ്മെൻറ്റിനോടോ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്കിഷ്ടമുള്ള വിഷയം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഈ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ നമുക്ക് കിട്ടണത്. ആ പിന്മാറ്റ ലക്ഷണം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സത്യത്തിൽ ഡോക്ടറെയോ അല്ല ഒരു ആശുപത്രിയോ അല്ല മരുന്നോ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ വീട്ടിൽ ഡിസ്ചാർജായി പോയതിന് ശേഷം ഡോക്ടർ ഇങ്ങനെ ഒരു ഞായറാഴ്ചകൾ തോറും ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ പങ്കെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമായ പല നിർദ്ദേശങ്ങളും എനിക്ക് നൽകാൻ കഴിയുമെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടത്. അതിനെ തുടർന്ന് ഞാൻ ആശുപത്രിയിൽ നിരന്തരം വരുമായിരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ വരും. അത് വന്നാൽ തന്നെ ആ ക്ലാസ്സിൽ വന്നാൽ ഏറ്റവും ബാക്കിൽ ഞാനിരിക്കും. വളരെയധികം അശ്രമനായി എങ്ങനെയും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകണം. ബോറടിക്കലാണ്. കാരണം അതൊരു ബോധ്യപ്പെടുത്തലുകളായിരുന്നു ഭാര്യയെ. എനിക്ക് വേണ്ടിയിട്ടുള്ള ഇരിപ്പെന്നുള്ള രീതിയിലുള്ള ഇരിപ്പായിരുന്നില്ല അത്. അപ്പോൾ പറയുകയും ചെയ്യും, എന്തിനാണ് ഞാൻ വരുന്നത്, ഞാൻ ഇതൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ പോരെ എന്ന് ഭാര്യയോട് ഞാൻ പറയുകയും ചെയ്യുമെങ്കിൽ കൂടിയും ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും സത്യത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞമാതിരി ഇവിടെ അന്ന് എന്നോട് ഞാൻ വന്നപ്പോൾ കണ്ടിരുന്ന ഒരു വ്യക്തി അവിടെ നിന്ന് പയ്യെ ഔട്ടായി. അതായിരിക്കണം എൻ്റെ ആദ്യത്തെ ഒരു ക്ലിക്കാകുന്ന ഒരു സന്ദർഭം. അത് കണ്ടപ്പോൾ അതൊരു പരാജയമാണെന്നും അതിനെക്കുറിച്ച് നിരന്തരം, അതായത് അവിടെ നമ്മൾ ആ ക്ലാസ്സുകളിൽ വരുമ്പോൾ സാറ് പരാമർശിക്കുന്ന കുറേ അധികം വിഷയങ്ങളുണ്ട്. ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ച് നന്നായവരുടെ ലിസ്റ്റും പരാജിതരുടെ ലിസ്റ്റും അവരെ കുറിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അവിടെ പറയുന്നു. അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പിടിച്ചെടുത്ത ഒരു മെസ്സേജ്. അപ്പം ആ ആള് ഫെയിലായോടത്തു നിന്നാണ് എൻ്റെ തുടക്കം. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞു ആ ഗ്രൂപ്പ് കൗൺസിലിങ്ങിലൂടെ കിട്ടിയ ഉൾക്കാഴ്ചകൾ താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. താങ്കളുടെ ജീവിതത്തിൽ വെളിച്ചവും തെളിച്ചവുമായിട്ട് കടന്നു വന്ന ഈ അടുത്തിരിക്കുന്ന മനുഷ്യനോട് താങ്കൾക്ക് ഒറ്റ വാക്കിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് സത്യത്തിൽ
സാറ് എന്നെ കുറിച്ച് പറയുന്ന ഒരു ഡോക്ടറാണോ, ഒരു ദൈവമാണോ, ഒരു സന്ദേശവാഹകനാണോ, അങ്ങനെ പലതുമാണ് എൻ്റെ ജീവിതത്തിൽ. ഇതൊന്നുമല്ല. അതല്ല ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ മനസ്സിലെ മാത്രം കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ഇതാരും എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. കാരണം ഞാൻ ഈ 11 വർഷത്തിൻ്റെ എൻ്റെ കഥ ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിനകത്ത് ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, എനിക്ക് പറയാൻ കൊതിക്കുന്ന, ഞാൻ ആഗ്രഹിക്കപ്പെടുന്ന വാക്കാണ് ഡോക്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ മാത്രം അല്ല, സാറിന് അറിയാവുന്ന നിരവധി കുടുംബങ്ങളിലുള്ള പല ആൾക്കാർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. ഞാനായിട്ട് ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പലരും പറയാൻ കൊതിക്കുന്ന കാര്യങ്ങളാണിത്. ഇതിലെ ഈ ചികിത്സകളുമായിട്ട് ബന്ധപ്പെട്ട അരനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന എനിക്ക് പറയാനുള്ള ഇതാണ്, ഈ നന്ദിയും സ്നേഹവും ഒരു വശത്തും ഉൾക്കാഴ്ച മറുവശത്തും. അപ്പോൾ ആ ഉൾക്കാഴ്ചയിലേക്കുള്ള ഒരു വഴി അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഞാൻ ചെയ്യുന്നു. അതിൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാകും, വിയോജിപ്പുകളും ഉണ്ടാകും. വിയോജിപ്പുകളുള്ളവരെ പിന്നെ യോജിക്കുന്നത് കണ്ടിട്ടില്ല. പുഷ്കരനും ആദ്യം വിയോജിപ്പായിരുന്നു, പിന്നെ പുഷ്കരൻ യോജിപ്പിലാകുന്നു. ആ യോജിപ്പിലൂടെ പല കാര്യങ്ങളും പുഷ്കരനും മനസ്സിലാക്കിയിട്ടുണ്ട്. പുഷ്കരനിൽ നിന്ന് പല കാര്യങ്ങളും ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രൂപ്പ് സെഷൻസ് വരുമ്പോൾ കൂട്ടായ്മയിലൂടെ മനുഷ്യന് എക്കാലവും നന്മയിലേക്ക് പോകാൻ പറ്റും. ആ കൂട്ടായ്മ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, എവിടെയാണെങ്കിലും ആദർശശുദ്ധിയുള്ള പരിശുദ്ധിയുള്ള കൂട്ടായ്മകളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പലതും നേടിയെടുക്കാനാവും.